നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ നിങ്ങളോടൊന്ന് പറയാം. ഒന്ന്, ട്രെൻഡ് ലൈൻ, എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാമെന്നത് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഒപ്പം തന്നെ ലിക്വിഡിറ്റി ഏരിയാസ്, മാർക്കറ്റ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഭംഗിയായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒന്നും സഹായമില്ലാതെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നമുക്ക് നടത്താം, അതാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കി എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എടുത്താൽ ആ ട്രേഡിന് കൂടുതൽ വിന്നിംഗ് പ്രോബബിലിറ്റി ഉണ്ടാകും. ഇത് നമുക്കൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ട്രേഡിംഗ് വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ONGCയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ട്രേഡ് ചെയ്തത് നമുക്ക് ലോസ് ആയിരുന്നു സംഭവിച്ചത്. നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഓർഡർ ബുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ 9:30 എൻട്രി എടുത്തു, 329 രൂപയ്ക്ക് എൻട്രി എടുത്തു. എക്സിറ്റ് ചെയ്തത് 326 രൂപയ്ക്കാണ്, അതായത് 3 രൂപ ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ആ എൻട്രി എടുക്കാനുള്ള കാരണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ താഴെ കൂടെ കടന്നു പോകുന്നത് 4 അവറിലെ നമ്മളുടെ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ അപ് ട്രെൻഡ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും അപ് ട്രെൻഡ് ആയിരിക്കും എന്ന കണക്കൂട്ടലാണ് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തത്. അതിൻ്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ കുറച്ച് പ്രൈസ് ആക്ഷൻ ലൈനുകൾ വരച്ചിട്ടുണ്ട്. അടുത്ത ചാർട്ട് കാണിക്കുമ്പോൾ ഇതെങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് വിശദമാക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തു. താഴത്ത്, അതായത് കഴിഞ്ഞ ദിവസത്തെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ മുകളിൽ ചെന്നപ്പോൾ താഴത്തേക്ക് തള്ളിയിട്ടു, വീണ്ടും മുകളിൽ ചെന്നപ്പോൾ താഴത്തേക്ക് തള്ളിയിട്ടു. ഒപ്പം തന്നെ ഈ ലിക്വിഡിറ്റി ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ മുകളിലേക്ക് പുഷുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് മുകളിലേക്കും ഈ ഏരിയയിൽ നിന്ന് താഴേക്കും കണ്ടിന്യൂസ്ലി പുഷുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇന്നലെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തള്ളി കയറ്റിയപ്പോഴൊക്കെ ഇവിടുന്ന് സിംഗിൾ ക്യാൻഡിൽ മുകളിൽ കയറ്റി അവിടുന്ന് തള്ളി താഴത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇവിടെ എടുക്കാൻ ശ്രമിച്ചു, സാധിക്കാതെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോരുവാണ്. അതേപോലെ തന്നെ ഇവിടെയും ഒറ്റ ക്യാൻഡിലിൽ മുകളിൽ കയറ്റി, പക്ഷേ ഈ ഒരു ഏരിയയിൽ വീണ്ടും സപ്പോർട്ട് എടുക്കാൻ അതേ ഏരിയയിൽ ശ്രമിക്കുന്നുണ്ട്. മാർക്കറ്റിന് അത് സാധിക്കാതെ താഴോട്ട് പോരുകയാണ്. എന്ന് മാത്രമല്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്ന് മുകളിലേക്ക് ട്രൈ ചെയ്തത് ഈ ഒരു സപ്പോർട്ട് എടുത്തിരുന്ന ഭാഗം പിന്നീട് റെസിസ്റ്റൻസ് ആയി മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. താഴത്തേക്ക് തന്നെ പോരുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വെച്ചത്. നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അതിനുശേഷം ആ തെറ്റ് പറ്റിയതിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇൻഡിസിഷനാണ്. സെക്കൻഡ് ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തു. ഇന്നലെ ആ റെസിസ്റ്റൻസ് എടുത്ത അതേ ഏരിയയിൽ, അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ കാണാം ഈ ഒരു റെസിസ്റ്റൻസ് കിട്ടിയ ഇതേ ഏരിയയിൽ അവിടെ വീണ്ടും താഴത്തേക്ക് ഡൗൺവേർഡ് പുഷ് വന്നു. അപ്പോൾ നമുക്കിവിടെ അറിയാമായിരുന്നു ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടോ, ഇവിടെ വന്നപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു. എന്നിരുന്നാൽ പോലും ലാസ്റ്റ് മൊമെൻറ്റ് വന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. സോ ദാറ്റ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുകളിൽ പ്രൈസ് നിൽക്കുന്ന സമയത്ത് താഴത്ത് ലിമിറ്റ് ഓർഡറിൽ ബൈയിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്റ്റോക്ക് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം, ബൈ ചെയ്തേക്കുന്നത് ലിമിറ്റ് പ്രൈസിലാണ്. മാർക്കറ്റ് ഓർഡർ അല്ല നമ്മൾ ചെയ്തത്, ലിമിറ്റ് ഓർഡറാണ് ചെയ്തത്. അതായത് പ്രൈസ് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ 329 രൂപയ്ക്ക് ബൈയിങ് ഓർഡർ ഇട്ടു. ഇവിടെ വന്നാൽ മാത്രം നമുക്ക് ഓർഡർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മുകളിൽ നിൽക്കുന്നതിലും കുറഞ്ഞ പ്രൈസിന് നമ്മൾ ഓർഡർ ഇട്ടു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ ഓർഡർ കിട്ടി. അതിനുശേഷം താഴത്തേക്ക് പോന്നു. നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ട് ഏരിയ അത് വർക്ക് ചെയ്യും എന്ന കണക്കൂട്ടിലാണ് നമ്മളത് എടുത്തത്. അതേപോലെ തന്നെ മുകളിലേക്ക് അത് പുഷ് ചെയ്തു. വീണ്ടും താഴത്തേക്ക് പുഷ് ചെയ്തെങ്കിൽ പോലും വീണ്ടും 28 നമുക്ക് സപ്പോർട്ട് കിട്ടി, മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ 29 നിന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ, അതായത് 332 വരെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്തത് 329 അതായത് 32 വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 1% അടുത്ത് വരെ വന്നു. 0.9 വരെ എത്തി. അതായത് നമ്മളുടെ 1:2 മാർക്കറ്റ് ഏകദേശം എത്തി. പക്ഷേ നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തിരുന്നത് 1:3 ആണ്. ഏകദേശം ഈ ഒരു 33 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടാർഗറ്റ് കിട്ടുന്നില്ല, മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നു. ഇതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇവിടെ വന്നിട്ട് പക്ഷേ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ 2 എൻട്രീസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു രീതിയിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ പലപ്പോഴും 2 സൈഡിലേക്കാണ് നമുക്ക് ഒരു ദിവസം എൻട്രി എടുക്കാൻ പറ്റുന്നത്. ഒന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് കിട്ടി താഴെ പോയി, വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് വന്നു താഴത്തേക്ക് പുഷ് ചെയ്തു. ആ സമയത്ത് ഇവിടുന്ന് വേണമെങ്കിൽ താഴത്തേക്കും എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രി നമ്മൾ മുകളിലേക്ക് ഓൾറെഡി എടുത്തിരുന്നു, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രെൻഡ് വന്നിരുന്നത് ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ട്രെൻഡായിട്ടും ബുള്ളിഷിന് തന്നെ. അപ്പോൾ ഈ ട്രെൻഡ് റിവേഴ്സൽ ആകുന്ന ദിവസങ്ങളിൽ ബൈ ഡിഫോൾട്ട് ഈ ഒരു രീതി, ഇല്ലെങ്കിൽ ട്രെൻഡ് പാറ്റേൺസിൻ്റെ സൈഡിലേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലുള്ള ദിവസമാണ്. ഒപ്പം സൈഡ് വൈസ് ആണെങ്കിൽ നമുക്ക് ലോസിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. അതിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി തന്നെ പോകാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിന്ന് ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത് എല്ലായ്പ്പോഴും തന്നെ നമ്മൾ വരയ്ക്കുന്നത് 15 മിനിറ്റിലേക്ക് ക്യാൻഡിൽ സൈസിനെ മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അവസ്ഥ. ഇതൊരു ഡൗൺവേർഡ് പുഷ് വന്നിട്ടുള്ള സ്ഥലമാണ്. താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ താഴത്തേക്ക് പുഷ് ചെയ്തു, ഇതിനോട് അടുത്തപ്പോൾ വീണ്ടും താഴത്തേക്ക് പുഷ് ചെയ്തു. സോ ഇത് ഒരു ഏരിയ, കേവലം ഒരു ലൈനല്ല, ഒരു ഏരിയ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഈ ഒരു ഏരിയ താഴത്ത് വരുമ്പോഴൊക്കെ മുകളിലേക്കൊരു പുഷ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലൈൻസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസങ്ങളിലേത് 1-2 ലൈൻസും കൂടെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തു, ആദ്യത്തെ ക്യാൻഡിൽ താഴത്തേക്ക് പുഷ് ചെയ്തു, പിന്നെ മുകളിലേക്ക്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് താഴത്തേക്കും പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏരിയ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു ഏരിയ ഒരിക്കൽ സപ്പോർട്ട് ആയിരുന്നു എങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റെസിസ്റ്റൻസ് ആയി മാറും. അതല്ല, ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ആകും. മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് മാർക്കറ്റിൽ പൊതുവെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേ ഒരു പ്രതിഭാസം നമുക്ക് കാണാം. താഴത്തേക്ക് വന്നു, ഇവിടം വരെ എത്തിയിട്ട് മുകളിലേക്ക് പുഷ് ചെയ്തു, ഇവിടെ നിന്ന് താഴെ എത്തി, ഇവിടെ വന്നപ്പോൾ മുകളിലേക്ക് പുഷ് ചെയ്തു. അതായത് ഇവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ടും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നമുക്കിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 5 മിനിറ്റ്സിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം. 5 മിനിറ്റ്സിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചിത്രം വ്യക്തമായിട്ട് കിട്ടും. ഇന്നലെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് താഴത്തേക്ക് പുഷ് ചെയ്തു, തിരിച്ച് കയറാൻ നോക്കി, വീണ്ടും താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തു, വീണ്ടും തിരിച്ച് കയറാൻ നോക്കി, താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിനും ഈ ഒരു പോയിന്റിനും ഇടയ്ക്ക് താഴത്തേക്കാണ് പുഷ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെയും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്, ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ എവിടെ വന്നാലും താഴത്തേക്കാണ് പുഷ് വരുന്നത്. ഓക്കെ, ഇന്നത് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ആ ഏരിയയ്ക്ക് ഉള്ളിലാണ്. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, ബൈ ഡിഫോൾട്ട് ഈ ഒരു ഏരിയ താഴത്തേക്ക് കട്ട് ചെയ്താൽ താഴത്തേക്കും, മുകളിലേക്ക് കട്ട് ചെയ്താൽ മുകളിലേക്കും നമുക്ക് എൻട്രി എടുക്കാം. കാരണം പിന്നീട് തിരിച്ച് വരുവാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടും. മുകളിലേക്ക് പോയാൽ തിരിച്ചു വന്നാൽ സപ്പോർട്ട് കിട്ടും, താഴത്തേക്ക് പോയാൽ തിരിച്ചു വന്നാൽ റെസിസ്റ്റൻസും കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ താഴെയായിരിക്കും. ഈ 2 ഏരിയയും കുറച്ചധികം പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ അങ്ങനെ ചെയ്യാമായിരുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് എത്തിയപ്പോഴൊക്കെ താഴത്തേക്ക് ഉള്ള പുഷാണ് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഇതൊരു നല്ല ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു. അവിടെ നമ്മൾ ഓപ്പണിംഗ് ക്യാൻഡിൽ അവിടെ ഓപ്പൺ ചെയ്തു. സോ താഴത്തേക്ക് പുഷ് ചെയ്തു. ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ലാസ്റ്റ് എടുത്തേക്കുന്ന സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാം. ഇവിടെയും കൂടെ ആയിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങോട്ടേക്ക് വലിച്ചു വയ്ക്കാവുന്നതാണ്. ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് താഴത്തേക്ക് പോരുമ്പോൾ അവിടെ ഒരു എൻട്രി ഒരാൾ എടുക്കുവാണെങ്കിൽ, യെസ്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഹൈ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ, കാരണം മാർക്കറ്റ് സ്ട്രക്ചർ ഇതാണ്. ഇവിടം വരെ ക്യാൻഡിലിന് പോകാവുന്നതാണ്.
അതുകൊണ്ട് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം ട്രയൽ ചെയ്ത് ആ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളിപ്പോൾ കണ്ടിരുന്നു ഇവിടെയാണ് പിന്നീടൊരു സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റിന് ഇന്നത്തെ ദിവസം പോകാവുന്നതാണ്. അവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാമായിരുന്നത് 1:2 വരുന്നത് ഇത്രയും സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴാണ്. നമ്മൾ സാധാരണ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് വന്നു തിരിച്ചു പോരുന്ന സമയത്തേക്ക് നമുക്ക് ഇത് 0.5 ചുരുക്കി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 0.5 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് 1:6 ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രയലിംഗ് ചെയ്യുന്നത്. ട്രയലിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. തിരികെ വരുന്നു. ഇവിടെ വന്ന് വീണ്ടും റെസിസ്റ്റൻസ് കിട്ടി താഴത്തേക്ക് പോരുന്നു. വീണ്ടും ഇത് താഴത്തേക്ക് വന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കാവുന്നതാണ്. അവിടേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 1:1.5 കിട്ടും. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്ത് താഴെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിംഗ് എടുത്തു, വീണ്ടും ഈ ഒരു സ്വിംഗ് ലോ കട്ട് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ട്രയൽ ചെയ്യാം. അവിടെ വരെ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന 1:3 അവിടെ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ പിന്നീട് ട്രയൽ ചെയ്ത് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ വരെ വന്നു, ആ സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കോ ഇല്ല ഈ ഒരു ക്യാൻഡലിൻ്റെ താഴത്തേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് തോന്നുന്ന പോലെ ഉചിതമായ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് മൊമെൻറ്റ് പോയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നു ഇന്നത്തെ ഡേ ലോയിൽ തന്നെയാണ്. സോ നല്ലൊരു റിസ്ക് റിവാർഡ് ഈ ട്രേഡിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചാർട്ടിലേക്ക് പോകാം. ഒരു 3-4 എണ്ണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് കാര്യങ്ങൾ കുറച്ച് ക്ലിയറായി വരും. ഇവിടെയും നമ്മൾ ആദ്യം തന്നെ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഈ ഏരിയയിൽ വന്നപ്പോഴൊക്കെ മാർക്കറ്റിന് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇനി ഈ ഏരിയയിൽ വന്നപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസം താഴത്തേക്ക് പുഷ് ചെയ്തു. അപ്പോൾ ആ ഏരിയ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. യെസ്, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ താഴത്തേക്ക് കണ്ടിന്യൂസ് പുഷ് വരുന്നുണ്ട്. അത് നമ്മളവിടെ മാർക്ക് ചെയ്തു. പ്ലസ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈയും കൂടെ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏതാണ്ട് ഓൾ ടൈം ഹൈ പോലെ തോന്നുന്നുണ്ട്. ഈ സ്റ്റോക്ക് മേ ബി അതിൻ്റെ ഓൾ ടൈം ഹൈയിലായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഹൈ പോയിൻ്റ് ഇതാണ്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഒരു പോയിൻറ്റും കൂടെ, കാരണം ഇന്ന് അത്രയും തള്ളി അത് താഴത്തേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ പലവട്ടം മുകളിലേക്ക് പുഷ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അതുപോലെ തന്നെ മുകളിലേക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ താഴത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റീജിയൻ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് കണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോഴൊക്കെ മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ പോയപ്പോഴൊക്കെ പിന്നീട് താഴത്തേക്കും പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു നല്ല സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, താഴത്തേക്ക് പുഷ് ചെയ്തു, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, അതിനുശേഷം പിന്നീട് മുകളിലേക്ക് തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ മുകളിലേക്ക് തന്നെ പുഷ് ചെയ്തു. സോ ഇത് നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് 5 മിനിറ്റിൽ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് നോക്കാം. 5 മിനിറ്റിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോകുന്നത് പോലെ മാർക്കറ്റ് ഒന്ന് ഫേക്ക് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആൾക്കാർ മുകളിലേക്ക് തന്നെ പോയിട്ട് എൻട്രി എടുക്കും. അവിടെ നല്ല വോളിയം ഒരുപക്ഷെ വന്നിരിക്കാനും സാധ്യതയുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡലിൽ വോളിയം വന്നേക്കുന്നത് 20K, ഇന്നലെ ലാസ്റ്റ് ക്യാൻഡലിൽ വോളിയം വന്നേക്കുന്നത് 62K. അപ്പോൾ നല്ലൊരു വോളിയം കമ്പാരിറ്റീവ്ലി ഇവിടെ വന്നിട്ടുണ്ട്. അത് മുകളിലേക്ക് പോകുന്ന പോലെ കാണിച്ചു. ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് എൻട്രിയും എടുത്തിട്ടുണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ക്യാൻഡലിങ് തിരിച്ചു പോന്നു. ഇവിടെ വന്നിട്ട് ഇന്നലത്തെ ഡേയുടെ ലോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ റീജിയൻ നമ്മൾ വെച്ചിരുന്നു.
ഇവിടെ വന്നപ്പോഴൊക്കെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. പലവട്ടം ഇവിടുന്ന് താഴത്തേക്ക് പുഷ് കിട്ടിയിട്ടുണ്ട്. സോ ആ ഏരിയ വിട്ട് ക്ലോസ് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു താഴത്തേക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ എങ്കിലും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് ഒരു എൻട്രി അവിടെ എടുക്കാവുന്നതാണ്. കാരണം ഒരു സപ്പോർട്ടായിട്ട് കഴിഞ്ഞ ദിവസം ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ഇതാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് കിട്ടിയില്ല, കിട്ടാതെ ബ്രേക്ക് ചെയ്ത് താഴെ പോയപ്പോൾ പിന്നെ സപ്പോർട്ട് നമ്മുടെ കൺമുന്നിൽ ഇതേ ഉള്ളൂ. ഇവിടെ വരെ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് വരണം. ഇവിടുത്തെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരിടത്ത് സപ്പോർട്ട് പലവട്ടം കിട്ടിയിടം ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് താഴത്തെ ഏതാ ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നു, അവിടെ വരേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ, കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിയാൽ, അപ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് മുകളിൽ നിൽക്കുകയാണ്. മുകളിൽ നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല അത് മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് വരുമെന്ന്. സോ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് ലിമിറ്റ് ഓർഡറോ സ്റ്റോപ്പ് ലോസ് ഓർഡറോ ആയിട്ട് മുൻകൂട്ടി പ്രൈസിൽ ഓർഡർ ഇട്ട് വയ്ക്കാം. ആ പ്രൈസ് വരുമ്പോൾ നമുക്ക് താഴത്തേക്ക് കിട്ടാം. ഇന്നിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുത്തത്. ലിമിറ്റ് പ്രൈസിൽ ആയിരുന്നു ഇന്ന് ബൈ എടുത്ത്. ഇവിടെ സെല്ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടിടും സെല്ലിനുള്ളത്. ഓക്കെ, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈനിൻ്റെ മുകളിൽ തന്നെ വെക്കും. അതിനുശേഷം താഴത്തേക്ക് ഇത് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ലൈൻ വരെ ടാർഗറ്റ് ചെയ്യാം. ഇതാ ഇവിടെ വന്നു ഹിറ്റ് ചെയ്തു, റിജക്റ്റായി. അപ്പോൾ 0.5%, അതായത് ഇത്രയും ഇങ്ങ് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ തന്നെ നമ്മൾ 0.5 പിന്നെ വെക്കേണ്ട കാര്യമുള്ളൂ. അത് പുതുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ 1:3 ഇവിടെ ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വീണ്ടും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകാം? പിന്നെ നമുക്ക് കാണാവുന്നത് ഇവിടെയാണ് പിന്നീടൊരു സപ്പോർട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ കൃത്യം മധ്യഭാഗത്തിനൊരു വെയിറ്റേജ് ഉണ്ട്. ഇവിടെ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മിനിമം എവിടെ ഹിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പലവട്ടം കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇതിൻ്റെ മധ്യഭാഗത്ത് കൃത്യമായി വന്ന് ഹിറ്റ് ചെയ്യാറുണ്ട് 90% ഓഫ് ടൈമും. എപ്പോഴുമെന്നല്ല, ബഹുഭൂരിപക്ഷം ടൈമും ഇതിൻ്റെ മധ്യഭാഗം വരെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതാണ്. ഈ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1:4.5 അബോ കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെയും കിട്ടും. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. 1-2 സ്റ്റോക്കും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും. ഇങ്ങനെ കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ നോക്കി കാണുമ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതി എന്താണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഓക്കെ, 50 മിനിറ്റിലേക്ക് ആദ്യം സ്വിച്ച് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ലൈൻസൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ 4 ഹവറിൽ എന്താണോ മേജർ ട്രെൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ട്രെൻഡിന് അനുകൂലമായിട്ട് നെക്സ്റ്റ് ഡേ വരാനുള്ള സാധ്യതയാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ 4 ഹവറിലെ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 4 ഹവറിലെ ഒരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഈ രണ്ട് പോയിൻറ്റുകളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് നമ്മളൊരു വരയിട്ടപ്പോൾ നമ്മൾ കണ്ടു ഹിസ്റ്റോറിക്കലി ഈ ഒരു പോയിന്റിൽ അവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ ട്രെൻഡ് ലൈൻ ഇതൊരു അപ്പർ ട്രെൻഡ് ലൈനാണ്, അല്ലെങ്കിൽ എന്താ പറയുക ബുള്ളിഷ് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഇതിന് ഈ ഏരിയയിൽ വന്നപ്പോഴൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഇപ്പോൾ വരച്ചതാണ്, പക്ഷേ ഹിസ്റ്റോറിക്കലി ഇവിടെയൊക്കെ വന്നപ്പോൾ മാർക്കറ്റ് വന്നപ്പോഴൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ട്രെൻഡ് ലൈനിൻ്റെ പ്രസക്തി. അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനിൻ്റെ പ്രസക്തിയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അപ് ട്രെൻഡാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇന്നലത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇവിടെയും നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു വിക്ക് വെച്ചിട്ട് ഇങ്ങ് പോകുന്നതാണ്, ബാക്കിയെല്ലാം ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് വെച്ച് നമ്മൾ എടുത്തു നോക്കി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ഇനി ഇന്നത്തെ ദിവസം സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി 15 മിനിറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കിനി സപ്പോർട്ട് ഏരിയ എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എത്തിയപ്പോഴൊക്കെ മുകളിലേക്ക് പുഷ് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് പുഷ് ചെയ്തു, ഇവിടെ എത്തിയപ്പോഴും മുകളിലേക്ക് പുഷ് ചെയ്തു. ഇവിടെ ഒന്നും
ഇത് ട്രെൻഡ് ലൈനാണ് ആക്ച്വലി. അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടി മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ പിടികിട്ടി. ഇതാ ഇവിടെ വന്നപ്പോഴൊക്കെ മുകളിലേക്ക് പുഷുണ്ട്. എന്നാൽ ഒരു വട്ടം അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നീട് മുകളിലേക്ക് കയറി പോയേക്കുന്നത്. മുകളിൽ പോയിട്ട് വീണ്ടും ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു, എന്നിട്ടാണ് വീണ്ടും പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ മുകളിലൊരു റെസിസ്റ്റൻസ് ലൈനും നമുക്ക് വേണം. അപ്പോൾ മുകളിൽ റെസിസ്റ്റൻസ് കിട്ടിയേക്കുന്ന ഇവിടെ വന്നപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ദിവസം ഇവിടുന്നും താഴത്തേക്ക് പുഷ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിതൊരു ഏരിയ ആയിട്ട് അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ഒരു ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വോളറ്റൈൽ മൂവ് മുകളിലേക്കും താഴത്തേക്കും കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലത്തെ ദിവസം ഈ ഏരിയയിൽ എത്തിയപ്പോഴൊക്കെ താഴത്തേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നതാണ് കണ്ടത്. സോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് കണ്ടിന്യൂസ് പുഷുണ്ട്. ഇവിടെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴും താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ കുറച്ചധികം ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാം നമ്മളത്ര കൺസിഡർ ചെയ്യേണ്ട. തുടക്കത്തിൽ നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ കുറച്ച് ലൈനൊക്കെ കൂടുതലുണ്ടാകും. പതിയെ പതിയെ നമുക്ക് ഇതിനകത്ത് ആക്യുറേറ്റായി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ചേഞ്ച് കിട്ടും. ഓക്കെ, ഇന്ന് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിംഗ് തന്നേക്കുന്നത്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇന്നലത്തെ മാർക്കറ്റിൽ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി മേജർ സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കൊരു ലൈൻ തൽക്കാലം മാർക്ക് ചെയ്യാം. അത് നമുക്കിവിടെ ഗുണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൺസോളിഡേറ്റഡ് ഏരിയ ആണ്. നല്ലൊരു ലിക്വിഡേഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ മാർക്കറ്റ് വന്നപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റിയ എന്താണ്, ഇവിടുന്ന് മുകളിലേക്കുള്ള പുഷും അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് താഴത്തേക്കുള്ള പുഷുമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ലൈനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുകളിലേക്ക് പോകാനും, അതുപോലെ തന്നെ ഈ ലൈനിനെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് പോന്നാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് താഴെ പോരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ലൈന് താഴെയാണ്. അപ്പോൾ ഇത് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു, ഉടനെ തന്നെ താഴത്തേക്ക് പുഷ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ വലിയൊരു പുഷ് താഴത്ത് വന്നു, അതിനുശേഷം മുകളിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തില്ലെങ്കിൽ പോലും മുകളിലേക്ക് തിരിച്ച് പുഷ് ചെയ്തു. ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് പോയത് കണ്ടു. വീണ്ടും ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം വീണ്ടും റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്ന കാണുമ്പോഴാണ് ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ എടുക്കാൻ ധൈര്യം ആയിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ വെയിറ്റ് ചെയ്താലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് എൻട്രി എടുത്താൽ അത് നല്ലൊരു എൻട്രി തന്നെയാണ് ഇന്നത്തെ ദിവസം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 0.5% തന്നെ ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കിട്ടാമായിരുന്നത് ഈ ഒരു ലൈൻ ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1:1.5. അപ്പോൾ വലിയൊരു മൂവ് അല്ല മാർക്കറ്റിൽ നിന്ന് നടത്തിയേക്കുന്നത്. എസ്പെഷ്യലി അത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വലിയൊരു മൂവ് നടത്തിയത് കൊണ്ടും 1.5% ചേഞ്ച് ഉള്ളൂ എന്നതുകൊണ്ടും നമുക്ക് ഇന്നത്തെ ദിവസം അത്രേ കിട്ടാനുള്ളൂ. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്താലേ നമുക്ക് 1:2 or 3 ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലും 1:1 എബോ നമുക്കിന്നും കിട്ടിയിട്ടുണ്ട്. മറ്റൊരെണ്ണം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പൊതുവേ ഇന്നത്തെ ദിവസം വലിയ മൂവ് മാർക്കറ്റ് നടത്താത്തതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇവിടെ നമ്മൾ 4 അവറിലെ മേജർ ട്രെൻഡ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 4 അവറിൽ ഇത് നല്ലൊരു അപ് ട്രെൻഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഉള്ള ലൈൻസൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് ആദ്യം തൊട്ട് തുടങ്ങാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോയാൽ നമുക്ക് കാണാം നല്ലൊരു അപ് ട്രെൻഡ് മുകളിലേക്ക് പുഷുണ്ട്. ഓക്കെ, അപ്പോൾ മേജർ ട്രെൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, അത് അപ് ട്രെൻഡാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ 15 മിനിറ്റ്സിൽ വന്നിട്ട് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇന്നലത്തെ ദിവസത്തെ ഹയസ്റ്റ് ലെവലിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അവിടെ ഒരു ഏരിയ എന്നൊന്നും പറയാനൊന്നുമില്ല, നമുക്കവിടെ ഒരു ലൈൻ അങ്ങ് മാർക്ക് ചെയ്താൽ അത് മതി. ഇനി ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ വന്നപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തതും അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തു. സോ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അവിടെ നമ്മളത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു മുകളിലേക്ക് പുഷ് ചെയ്തു, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്തു, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്തു. സോ ഇവിടെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സോ നമ്മൾ അവിടെ
ഒരു ലൈനും കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എടുക്കാൻ നമുക്ക് ഇത്രയും മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ലൈൻസ് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം, അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്തോളുക. ഇന്നിത് മതി എന്നുള്ളതുകൊണ്ട് നമ്മളത് വെച്ചിട്ടൊന്ന് നോക്കാം ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എത്ര മൂവ് ചെയ്തു, കാരണം മാക്സിമം എത്ര മൂവ് ചെയ്തെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അതിനകത്ത് എന്ത് പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഇത് 2.5% മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നല്ലൊരു റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റുന്ന ദിവസമായിരുന്നെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് നോക്കിക്കാണാം എന്താണ് 5 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തേക്കുന്നത്. ഇന്നലെ ഇവിടുന്ന് റെസിസ്റ്റൻസ് വന്നത് നമ്മൾ കണ്ടു, വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്തു, വീണ്ടും താഴത്തേക്ക്. അപ്പോൾ ഈ ട്രൈ ചെയ്ത സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട്, ടെമ്പററി ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് മുകളിലേക്ക് ട്രൈ ചെയ്തേക്കുന്നത്. അതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നു. താഴത്തേക്ക് പോന്നു കഴിഞ്ഞപ്പോഴോ ഈ കൊടുത്ത സപ്പോർട്ട് താഴത്ത് പോകുന്നിട്ട് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ആയി. സോ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴത്തേക്ക് പോന്നാൽ താഴത്തേക്കും, ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ മുകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതാണ് ആ ഏരിയയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു. ഇന്ന് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്? അതിനുള്ളിൽ ഓപ്പൺ ചെയ്തു. എങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് കട്ട് ചെയ്ത് താഴത്തോട്ട് പോരുമ്പോൾ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ എവിടെ പിന്നെ സപ്പോർട്ട് കിട്ടിയത്? ഈ ഒരു ഏരിയയിലാണ് പിന്നെ സപ്പോർട്ട് കിട്ടിയേക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. അവിടുന്ന് ഒന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ താഴത്തേക്ക് ഇവിടെ വരെ നിയർലി 1% ഉണ്ട്. സോ ഇങ്ങനൊരു ഗ്യാപ്പ് നമുക്ക് കംഫർട്ടബിളി ഒരു 1:2 കിട്ടാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷനായിട്ട് നമ്മൾ പറയുന്നതല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി കാര്യങ്ങൾ നോക്കിക്കാണുവാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് എപ്പോൾ ബോധ്യം വരുന്നോ അതുവരെ നിങ്ങൾ കയ്യിലുള്ള നല്ല രീതിയിലുള്ള പൈസ ഇറക്കിയിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഞാനാണെങ്കിൽ പോലും ഇന്ന് ട്രേഡ് എടുത്തത് ഒരേ ഒരു ക്വാണ്ടിറ്റിയാണ്, സിംഗിൾ ക്വാണ്ടിറ്റി. കാരണം വേറൊന്നുമല്ല, ഈ ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ തേച്ച് മിനുക്കി ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ ആയെന്ന് നമുക്ക് സ്വന്തമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം, ഇത് നമ്മൾ മറ്റാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമുക്ക് പഠിക്കണം, നമുക്ക് വിജയിക്കണം. അതിന് വേണ്ടത് മറ്റാരെ കാണിക്കുക എന്ന ഉദ്ദേശമല്ല, മറിച്ച് നമ്മൾ പഠിച്ചൊന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അതായിട്ടില്ല എന്ന് തോന്നുന്നിടത്തോളം കാലം നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട, കയ്യിലെ പൈസ കയ്യിലിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഒരു സപ്പോർട്ട് ലൈനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലത്തെ ഏരിയയിൽ നിന്ന് നല്ലൊരു ഫോൾ താഴത്തേക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്താൽ ഇവിടെ നമുക്ക് കാണാം 0.5% തന്നെ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് ഇളക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് കിട്ടുമായിരുന്നു, അതായത് 1:2 അവിടെ കിട്ടുമായിരുന്നു. ഇനി അതിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നത്തെ ടാർഗറ്റ് അത് തന്നെയാണ്. നെക്സ്റ്റ് സപ്പോർട്ട് ലൈൻ ഏതാണ്? 1:3.5. ഇനി അതിനെയും ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട്, അതായത് മാക്സിമം കിട്ടാമായിരുന്നത് 1:4 വരെ ഇന്നത്തെ ട്രേഡിൽ കിട്ടാമായിരുന്നു. ഓക്കെ, ഇവിടെ 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അവിടെ വരെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിംപ്ലി മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനാണ് സിംപ്ലി ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 4 ഹവറിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് നാളെയും വേണമെങ്കിൽ ഈ സ്റ്റോക്കിന് ഒരു പക്ഷേ അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു സ്റ്റോക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേത് താൽക്കാലികമായിട്ട് ഇവിടെ വെച്ച് നിർത്താം. ഈ പഠനം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം തന്നെ 4 ഹവർ ചാർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ട്രെൻഡിൻ്റെ ഒരു റിവേഴ്സൽ പോലത്തെ ഒരു സിഗ്നലാണ് അവിടെ കിട്ടിയേക്കുന്നത്. എന്നിരുന്നാൽ പോലും നല്ലൊരു അപ് ട്രെൻഡ് ഇപ്പോൾ റണ്ണിങ്ങിലാണെന്നാണ് 4 ഹവറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് കുത്തനെ ഉള്ളൊരു മൂവാണ് മുകളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ് ട്രെൻഡാണ്. ഇനി 15 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇന്നലെ ഈ ഏരിയയിൽ വന്നപ്പോഴൊക്കെ പലതവണ 1-2 തവണ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ആ ഏരിയ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസം
അതായത് ഇവിടെ ഒരു ട്രെൻഡ് എങ്ങോട്ട് പോകണം, ഇനി മുകളിലേക്ക് പോകണോ താഴത്തേക്ക് പോകണോ എന്നൊരു തീരുമാനം ആകാത്തതുപോലെയാണ് ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതായത് ഈ ദിവസം മുകളിലേക്ക് പോയപ്പോഴൊക്കെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നു, തൊട്ട് മുന്നത്തെ ദിവസം താഴത്തേക്ക് വന്നപ്പോഴൊക്കെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ ട്രെൻഡിന് മുകളിലേക്ക് പോകണോ താഴത്തേക്ക് പോകണോ എന്ന രീതിയിലൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു പോയിന്റിൽ വന്നപ്പോൾ താഴത്ത് പുഷ് ചെയ്തു, ഇവിടെ വന്നപ്പോൾ വീണ്ടും താഴത്തേക്ക് പുഷ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ 2 ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇന്നത്തെ ട്രേഡ് എടുക്കാൻ ആക്ച്വലി അത്രയും മതിയായിരുന്നു. ഇനി പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1-2 ലൈൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ മുകളിൽ കയറി ക്ലോസ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഇവിടെ മുകളിലേക്ക് വലിയൊരു വോളാറ്റൈൽ മൂവ് നടത്തിയെങ്കിൽ പോലും ഈ ഏരിയയിൽ നിന്ന് താഴത്തേക്ക് തന്നെ പുഷ് ചെയ്യുകയായിരുന്നു മാർക്കറ്റിന്. സോ ഇവിടെ ഈ ഏരിയയ്ക്കുള്ളിൽ താഴത്തേക്കൊരു പുഷാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ വരുമ്പോൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് സെയിം ടൈം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഏരിയ കണ്ടോ, ഇവിടെ വന്നപ്പോഴൊക്കെ മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഏരിയ ആയിട്ട്, ജസ്റ്റ് ഒരു ലൈൻ അല്ലാതെ ഒരു ഏരിയ ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് 5 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഇതെങ്ങനെ വർക്കായിട്ടുണ്ടെന്ന് നോക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ഇതിൻ്റെ ടോട്ടൽ ചേഞ്ച് എത്രയാണെന്ന് നോക്കാം. 2.18. അതായത് നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള ദിവസമായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം. ഇനി ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു. അപ്പോൾ 5 മിനിറ്റിൽ അവിടെ കൺസോൾട്ടേഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് താഴത്തേക്ക് ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ താഴത്തേക്ക് പുഷ് ചെയ്തപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. തിരിച്ച് മുകളിലേക്ക് പോയി, ഇവിടെ വന്നു, തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെയാണ് സപ്പോർട്ട് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടു, ഇതിന് മുകളിലേക്ക് കടത്തി വിടുന്നില്ല. അങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്കൊരു എൻട്രി അവിടെ നിന്ന് എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇവിടെ കണ്ടിന്യൂസ് പുഷ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഏരിയ ആണ്. സോ നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എടുക്കാവുന്ന എൻട്രി ഈ ഒരു ഏരിയയും കൂടെ കട്ട് ചെയ്യുമ്പോൾ താഴത്തേക്കാണ് എൻട്രി എടുക്കാവുന്നത്. ഓക്കെ, നമുക്കപ്പോൾ വേസ്റ്റ് കേസ് ഒന്ന് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് എടുക്കുന്നു, എന്ത് സംഭവിക്കും? നമ്മൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോവാം. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇത്രയും ഫസ്റ്റ് ടൈം വെക്കേണ്ടി വരും. അതിന് ശേഷം അതിനെ ചുരുക്കി പ്രോഫിറ്റിലേക്ക് പോയതിന് ശേഷമേ നമുക്ക് താഴത്തേക്ക് അത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇത് മാക്സിമം ഇന്ന് പോയേക്കുന്നത് 1% ആണ്. സോ ഇവിടെ നിന്ന് എടുത്താൽ പോലും സ്റ്റോപ്പ് ലോസ് അങ്ങ് മേളിൽ തന്നെ വെക്കേണ്ടി വരും. പക്ഷേ 1% എന്ന് പറയുമ്പോൾ 0.5 റിസ്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അച്ചീവബിൾ ആയിരുന്നു. ഇനി അവിടെ നിന്നല്ല, നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുന്നത് ഇവിടുന്ന് തന്നെയാണ്. കാരണം ഇത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, പല സ്റ്റോക്കുകളിൽ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലും വെച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്ന് എടുക്കാം. നമ്മൾ കഴിഞ്ഞ സ്ട്രാറ്റജിയിലും പഠിച്ചതാണ്, ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്താൽ അവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ കുറച്ചധികം നമുക്ക് അനുകൂലമാണ്. സോ അവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. 0.5% നല്ലൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് അവിടെ ഏരിയ കിട്ടുന്നുമുണ്ട്. ഓക്കെ, 0.5% അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ വരെ ടാർഗറ്റ് ചെയ്യാം സിമ്പിളി. അവിടെ വരെ ടാർഗറ്റ് ചെയ്താൽ തന്നെ 1:2 അവിടെ കിട്ടും. ഇനി ഇത് ലോയിലേക്ക് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 1:3 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ആ ലോ വരെ നമുക്ക് എടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ ഏതെങ്കിലും പോയിൻ്റ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാവുന്നൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനും മാത്രം നമ്മളായിട്ടില്ല. ഒപ്പം ഇവിടെ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു 2 പോയിൻ്റുകൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഏരിയ ആയിട്ട് എടുക്കാം. കാരണം ഇതിനെ കട്ട് ചെയ്ത് മുകളിൽ പോയപ്പോൾ ഇത് സപ്പോർട്ടായി, ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയി. ഓക്കെ, അങ്ങനൊരു ഏരിയ ആണ്. സോ ഇവിടെ വരെ നമുക്ക് അറ്റ്ലീസ്റ്റ് 1.2, 2.5 ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ട്രയൽ ചെയ്തുകൊണ്ടാണ് 1:3 വേണമെങ്കിലും ചിലപ്പോൾ കിട്ടാം. ഓക്കെ, അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. എവിടെ നിന്നാണ് റെസിസ്റ്റൻസ് വരുന്നത്, എവിടെ നിന്നാണ് സപ്പോർട്ട് വരുന്നതെന്നുള്ളത് മാർക്കറ്റിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ട്രേഡിനെ കുറച്ചധികം ഗുണപ്പെടുന്നതായിട്ട് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്കിതിനെ കുറച്ചും കൂടെ ആക്യുറേറ്റാക്കി
കുറച്ചും കൂടെ ഷാർപ്പാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.